താൻ ജീവന് പോലും സ്നേഹിച്ച ചേട്ടന്റെ മരണത്തിന്റെ വേദനയിൽ പ്രതികാരത്തിന് ഇറങ്ങി 21-കാരൻ. സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാവരെയും സ്വന്തം കുണ്ടുകാട് സാബു. സാബുചേട്ടാ നമസ്കാരം. 1000 സൗഹൃദങ്ങൾ അന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വെറുതെ എണ്ണാവുന്നവരേ ഉള്ളൂ. അപ്പോഴും കൂടെ കൂടെ സാബുചേട്ടന്റെ ബന്ധങ്ങൾ കൂടിക്കൂടി വരുക. ബന്ധങ്ങൾ സൂക്ഷിക്കുകയല്ല, ബന്ധങ്ങൾ നിങ്ങൾ തുടരുകയാണ്. നീ ഉണ്ടെന്നുള്ള ഉറപ്പിൽ എല്ലാം സെറ്റായിരിക്കാൻ നീ വന്നേ പറ്റുന്നു. അങ്ങനെ പോയി ചെയ്തു. ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഈ ചെയ്യാൻ ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രം ഏതായിരിക്കും സാബുചേട്ടാ? ആകെ കുറച്ച് പടത്തിൽ അഭിനയിച്ചോളൂ. അതിൽ എനിക്ക് പാടായിരിക്കുമെന്ന് വിചാരിച്ചത് കോമഡി ചെയ്യാനാണ്. പക്ഷെ അത് ഈ പരിവാർ എന്ന പടത്തിൽ കുഴപ്പമില്ല ചെയ്തു. എല്ലാവരും അതിനുവേണ്ടി നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ആ ഒരു അപ്രിസിയേഷൻ. സാബുചേട്ടന്റെ ജീവിതമായിട്ട് കണക്ട് ചെയ്തൊരു പടം ഏതായിരിക്കും? തോന്നിയിട്ടുള്ളത് കിരീടം. ആ 21 വയസ്സിലോ അല്ലെങ്കിൽ 25 വയസ്സിലോ നമ്മൾ ചെയ്തത് ആ സമയത്ത് പഠിക്കണമായിരുന്നു. നമ്മൾ ഈ ചെയ്യുന്നതല്ല ശരിക്ക് ചെയ്യേണ്ടത്. എനിക്ക് സാബുചേട്ടനെ പോലെ ആകണം എന്നാണ് കുട്ടികൾ പറയുന്നേ. നല്ല കാര്യമുണ്ട്. ഞാൻ അത്രയ്ക്ക് കുഴപ്പമുള്ള ആളൊന്നുമല്ല. എന്നെ പോലെ ആവണേക്ക് നല്ലതായിരുന്നു. പത്രമാധ്യമങ്ങളില് നല്ല കാര്യം എന്തുകൊണ്ട് വരുന്നില്ല? കുണ്ടുകാട് സാബു ഒരു വ്യക്തിയെ ചികിത്സയിൽ സഹായിച്ചു, ഇത് വരുമോ? ഇല്ല. ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലിലോഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. താൻ ജീവന് പോലും സ്നേഹിച്ച ചേട്ടന്റെ മരണത്തിന്റെ വേദനയിൽ പ്രതികാരത്തിന് ഇറങ്ങി 21-കാരൻ. നിരവധി സിനിമകളിലും സീരിയലുകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഈ വ്യക്തിയുടെ പേര് അറിയാത്തവരെ ആരും തന്നെ ഇല്ല. സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാവരെയും സ്വന്തം കുണ്ടുകാട് സാബു. സാബുചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ. ഈ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ഭയങ്കര പാടാണ് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഏതൊരു വ്യക്തിയുടെ അടുത്ത് ചെന്നാലും 1000 സൗഹൃദങ്ങൾ അന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വെറുതെ എണ്ണാവുന്നവരേ ഉള്ളൂ. അപ്പോഴും കൂടെ കൂടെ സാബുചേട്ടൻ്റെ ബന്ധങ്ങൾ കൂടിക്കൂടി വരിക. ഒരുപാട് ആളുകളുണ്ടെങ്കിലും പൈസയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ, അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്ന സെക്കൻഡറി, ബന്ധങ്ങൾക്കൊരു വാല്യൂ കൊടുത്തൊരു വ്യക്തിയാണ് സാബു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? കേട്ടത് വളരെ ശരിയാണ്. കാര്യം ബന്ധങ്ങൾ സൂക്ഷിക്കുകയല്ല, ബന്ധങ്ങൾ നിങ്ങൾ തുടരുകയാണ്. ബന്ധങ്ങളുള്ള ആൾക്കാരും അവരുടെ ഫാമിലിയായിട്ടോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോഴും അവർ എന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പേരുള്ള സാബുവായിട്ടല്ല അവർ കാണുന്നത്. അവരുടെ വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെ, അല്ലെങ്കിൽ സഹോദരനെ പോലെ, അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ട ഒരാളായിട്ട് തന്നെയാണ് മിക്കവാറും 90% എൻ്റെ സുഹൃത്തുക്കളും അവരുടെ ഫാമിലിയും കരുതുന്നത്. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളിലും, അവരുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഫങ്ഷൻ ആയാലും, അവരുടെ എന്തെങ്കിലും അതായത് ആശുപത്രി കാര്യങ്ങളോ, അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ നല്ല കാര്യങ്ങളായാലും, എന്തെങ്കിലും പ്രയാസമുള്ള കാര്യങ്ങളായാലും, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളും നമ്മളൊരാളായിട്ടുള്ള പ്രസൻസ് എപ്പോഴും ഉണ്ടാവും. അത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ സഹകരിക്കുന്ന എല്ലാ വ്യക്തികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സാബുചേട്ടൻ ഒന്ന് ചിന്തിക്കാം, പൈസയ്ക്ക് പൈസ തന്നെ വേണം. ഒരു പക്ഷേ ഈ പറയുന്ന ബന്ധങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൈസയെ മുൻഗണനയായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കോടികൾ ഉണ്ടാക്കത്തില്ലായിരുന്നോ? തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിച്ചില്ല. അങ്ങനെ ചിന്തിച്ചെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബന്ധങ്ങൾ കാണൂലായിരുന്നു. ഞാനും ഏകദേശം ഒരു വിരലിലെണ്ണാവുന്ന കുറച്ചൊരു മാത്രം കാണും. ഇത്രയും ബന്ധങ്ങൾ കാണൂലായിരുന്നു. കാശിനെ മാത്രം അങ്ങനെ സ്നേഹിച്ചെങ്കിൽ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, നിരവധി സിനിമകളിലും സീരിയലുകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഒരു പക്ഷേ ജനിക്കുമ്പോൾ ആരും ഗുണ്ടകളായി മാറുന്നില്ല, സാഹചര്യങ്ങൾ കൊണ്ട് മാറുന്നു. ആ ഒരു വ്യക്തി പിന്നീട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, ഒരു അഭിനയമോഹം തോന്നി തുടങ്ങിയത് എപ്പോഴായിരുന്നു? അഭിനയമോഹം അങ്ങനെ തോന്നിയിട്ടില്ല. തുടക്കത്തിൽ, ഇപ്പോഴുണ്ട്. തുടക്കത്തിൽ യാദൃശ്യമായിട്ട് അഭിനയത്തിലോട്ട് വന്നത്. അതായത് എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഈ സീരിയൽ ഫീൽഡിലുണ്ടായിരുന്നു. എൻ്റെ കൂടെ പഠിച്ചവരും അല്ലാത്ത സുഹൃത്തുക്കളും സിനിമയിലും സീരിയലിലും. അപ്പോൾ ഇവരുടെയൊക്കെ നിത്യജീവിതത്തിലൊരു ഭാഗമാണ് ഞാനും. അങ്ങനെ അഖിലേഷ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ടുണ്ട്. ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അഖിലേഷിൻ്റെ ഒരു സീരിയലിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടി അന്ന് അവർ ഉദ്ദേശിച്ചിരുന്ന ആൾ തലേദിവസം ഇവരുമായിട്ടെന്ത് സംസാരിച്ച് ഒന്ന് തെറ്റിയപ്പം പുള്ളിക്കാരൻ നീ പടം ഇല്ലെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ ചുമ്മാ തമാശക്കെൻ്റെ കൂടെ നീ ഒന്ന് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. ഞാനും അന്നത്തെ ഇതിൽ തലേദിവസം രാത്രിയുള്ള സംഭവമാണ്. ഞാൻ പറഞ്ഞു ശരി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. രാവിലെ ഇതിനു വേണ്ടി ആൾ വന്നപ്പോഴാണ് ഞാൻ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞിട്ട് ഇത് എവിടെ വെച്ചാണ്? ആ റോഡിലാണ്.
മെഡിക്കൽ കോളേജിനടുത്തൊരു ഒരു ഷോപ്പിൽ വെച്ചാണ് സംഭവം. ഞാൻ എനിക്ക് പറ്റൂല, ഒന്നാമത് മൊത്തം ആൾക്കാർ കാണും, ഏതെങ്കിലും വീടിനകത്ത് വെച്ചുള്ളത് വല്ലതും ആണെങ്കിൽ നോക്കാം. എടാ നീ ഒരുമാതിരി അങ്ങനെ സംസാരിക്കലും, ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. മറ്റേ ആർട്ടിസ്റ്റ് വരാതിരുന്നപ്പോൾ ഞാൻ നീ ഉണ്ടെന്നുള്ള ഉറപ്പിൽ എല്ലാം സെറ്റ് ചെയ്തിരിക്കണം, നീ വന്നേ പറ്റുമോ. അങ്ങനെ പോയി ചെയ്ത ആദ്യത്തെ സീൻ തന്നെ നമുക്ക് അന്ന് പ്രധാനപ്പെട്ട ആൾക്കാരായിട്ടുള്ളവരൊക്കെ, അതായത് ബീന ആൻ്റണി, നമ്മളെ മമ്മൂക്കയുടെ അനിയൻ പുള്ളി, അവർ പിന്നെ സുധീറില്ലേ മറ്റേ ട്രാക്ലസ് സുധീർ, ഞങ്ങൾ ഒക്കെ ആയിരുന്നു. അപ്പം കുഴപ്പമില്ലാതെ ചെയ്തു. ആദ്യം ഒരു അഭിനയ അനുഭവം എന്തുമായിരുന്നു, ഒരു എക്സ്പീരിയൻസ് ശരിക്കും ആദ്യമായിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കണമെങ്കിൽ ഞാൻ നാടകങ്ങളിലും കോളേജിൽ ചെയ്തിട്ടുണ്ട്. കോളേജിൽ ക്യാമ്പസ് തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടായിരുന്നു. അതിൽ കോളേജ് ക്ലാസ്സിൽ ആക്റ്റീവ് അല്ലെങ്കിലും ഈ പുറത്ത് നമ്മൾ ഈ നാടക ഗ്രൂപ്പുമായിട്ട് കോളേജ് കാലം തൊട്ട് ഉണ്ട്. പിന്നെ എൻ്റെ അമ്മ ഒരു ആർട്ടിസ്റ്റായിരുന്നു, സ്റ്റേജ് ആർട്ടിസ്റ്റായിരുന്നു. അച്ഛനും ഒക്കെ, അച്ഛൻ പിന്നെ പോലീസിൽ ജോലി കിട്ടി, പിന്നെ അമ്മ ഇത് മതിയാക്കി. അപ്പോൾ അമ്മ ഇതിൽ നാട്ടിൽ തന്നെ മറ്റേ ക്ലബ്ബുകളുടെ പ്രോഗ്രാമൊക്കെ അതിനൊക്കെ റിഹേഴ്സൽ ചെയ്യുന്നതും, അല്ലെങ്കിൽ മറ്റുള്ളവർ വന്ന് റിഹേഴ്സൽ ചെയ്യുന്നതും ഞങ്ങളുടെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്തുള്ള ഒരു ഷെഡുണ്ട്, നാടകങ്ങൾ റിഹേഴ്സൽ ചെയ്യാൻ, പാട്ട് കമ്പോസ് ചെയ്യാനൊക്കെ. അപ്പോൾ അവിടെയാണ് ഞങ്ങളിത് കണ്ടാണ് വളർന്നത്. അപ്പോൾ അത് ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം നമുക്കത് ഈസി ആയത്. ഒരു അച്ഛൻ പോലീസുകാരനാണല്ലോ, അപ്പം പോലീസുകാരൻ്റെ ഒരു മകനായിട്ട് ജനിക്കുന്ന സമയത്ത് നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട് പോലീസുകാർ, ആർമിക്കാർ സ്ട്രിക്റ്റ് ആയിരിക്കുമെന്ന് വീട്ടിൽ. അച്ഛൻ അങ്ങനെ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ടോ മോനെ നീ ഒന്ന് അഭിനയിക്കണം, അല്ലെ സിനിമകളിൽ കയറണം? അന്ന് അത്ര വലുതായില്ല, ഞങ്ങളന്ന് ചെറുതാണ്. അതായത് 4ാം ക്ലാസ് 5ാം ക്ലാസ് അങ്ങനെ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ ഇത് ഈ അമ്മയും അച്ഛനും ഈ നാടക രംഗത്തോട് അത് മാറി. കാര്യം അച്ഛന് ആ സമയത്ത് ഞാൻ 5ാം ക്ലാസ് എന്താ പഠിക്കുമ്പോഴാണ് അച്ഛന് പോലീസിലോട്ട് കിട്ടുന്നത്. പിന്നെ ഒരു 2-3 വർഷം കൂടി അമ്മ ഇത് തുടർന്നെങ്കിലും 7ാം ക്ലാസ്സിലൊക്കെ വെച്ച് അമ്മയ്ക്കും ജോലിയായി. പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് നിർത്തി. അപ്പോഴത്തേക്ക് നമ്മൾ 7ലൊക്കെ പഠിക്കുന്നില്ല, അപ്പോഴും ഇതിനൊന്നും പോയി കണ്ടുകൊണ്ടിരിക്കും താല്പര്യം. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സാബുചേട്ടൻ്റെ വോയിസിൽ ഒരു മാജിക്കൽ വോയിസ് ഉണ്ടെന്ന്? മാജിക് വോയിസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ശബ്ദം ഇത്തിരി കട്ടിയാണെന്ന് പറഞ്ഞു. തുടരുന്ന സിനിമ കണ്ടിരുന്നോ? കണ്ടിരുന്നു. പിന്നെ അതിൽ പ്രകാശ് വർമ്മയുടെ ഒരു വോയിസ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? അങ്ങനെ ആരും പറഞ്ഞു? ആ ഒരു വോയിസ് ഉണ്ട്. ഹലോ എന്ന് ജസ്റ്റ് ഒന്ന് പറയാം, ഹലോ ഹലോ ആ ഒരു വോയിസ് ഉണ്ട് കേട്ടോ. സാബുചേട്ടനെ അറിയാത്ത മലയാളികളില്ല എന്ന് പറയുമ്പോൾ പോലെ തന്നെ ഒരു മനുഷ്യൻ്റെ വേണ്ടത് ധൈര്യമാണ്. ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? അത് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്നതല്ല. അത് മനുഷ്യർക്കെല്ലാവർക്കും അവരുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരുമ്പോൾ അത് ഉള്ളിൽ തനിയെ ഉണ്ടാകുന്നതാണ്. നമുക്ക് നമ്മുടെ ശരീരം എല്ലാ കാര്യങ്ങൾക്കും അവർ സ്വയം അത് തയ്യാറാവും. ശരിക്കും ഈ റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടല്ലോ. ഇപ്പം നമുക്കൊരു പ്രാണി പറന്നു വന്ന് പെട്ടെന്ന് നമ്മൾ കണ്ണടയ്ക്കും. നമ്മളത് നേരത്തെ ആലോചിച്ച് വയ്ക്കില്ലല്ലോ, ഇത് പ്രാണി വരുന്നു കണ്ണടയ്ക്കണമെന്ന് ആലോചിക്കില്ല. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാകുന്നതാണ് റിഫ്ലക്സ് ആക്ഷൻ. അതുപോലെ നമ്മളുടെ ജീവിത സാഹചര്യം എവിടെ ചെന്ന് നിൽക്കുന്നു അവിടെ നിന്ന് നമ്മുടെ ബോഡിക്കകത്ത് ഒരു പ്രവർത്തനം ഉണ്ടാവുമായിരിക്കും. അങ്ങനെ പറഞ്ഞ ധൈര്യമായിരിക്കും. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ ചെന്ന് കുറച്ച് ക്ലാസ്സൊക്കെ എടുത്ത് അല്ലെങ്കിൽ കുറച്ച് കാശ് കൊടുത്ത് വാങ്ങുന്ന സംഭവമല്ല, അപ്പോഴുണ്ടാവുന്നതാണത്. എന്നാലും എത്രയൊക്കെ ധൈര്യം ഉണ്ടെങ്കിലും ഏതൊരു സിറ്റുവേഷൻ, ഇപ്പം അമ്മ പോയ സമയത്താണെങ്കിൽ പോലും കരഞ്ഞിട്ടുണ്ടോ? ഞാൻ സിനിമ കണ്ട പോലെ കരയും. സങ്കടമുള്ള കരയുമെന്ന് പറഞ്ഞാൽ കരഞ്ഞു പോവും. ഞാനിപ്പോൾ നേരെ സിനിമ കാണുമ്പോൾ മോൾ അടുത്തിരിക്കുകയാണെങ്കിൽ ഈ ആ കരയുന്നതായ സീന് വരുമ്പോൾ ഇവളിങ്ങനെ എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കും, ചുമരടി എന്ന് പറയും. ശരിക്കും അത് ഫീൽ ചെയ്യും. അപ്പോൾ പുസ്തകം വായിച്ചാലും അതുപോലെ നല്ല വായിക്കും. വായിക്കും. ഇപ്പം അങ്ങനെ ആ സിനിമയിൽ ആദ്യത്തെ സീരിയലിൽ ചെയ്യുന്നു. പിന്നീട് എങ്ങനെയായിരുന്നു ഒരു സിനിമാ ജീവിത യാത്ര? എങ്ങനെയായിരുന്നു സീരിയലിലോട്ടൊക്കെ ഉള്ളത്? സീരിയലാണ് ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒരു സീരിയൽ ചെയ്ത് പിന്നെ ഒരു 6-7 ചെയ്തു. അങ്ങനെ സിനിമയിൽ രാജീവ് രവി, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള രാജീവ് രവിൻ്റെ സിനിമ ജീവിതത്തിൽ വരുന്നതിന് മുമ്പേ ഫ്രണ്ടാണ്. രാജീവ് കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ട്, രാജീവ് എറണാകുളത്തും ഞാൻ ട്രിവാൻഡ്രത്തുമാണ്. രാജീവിൻ്റെ കസിനും ഞാൻ ഒരുമിച്ചാണ് പഠിച്ചിട്ടുള്ളത്. രാജീവ് അവിടെ നിന്ന് വെക്കേഷൻ സമയത്തൊക്കെ ട്രിവാൻഡ്രത്ത് വരും. നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് വീട് വിട്ടിട്ട് നമ്മളൊരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ നമുക്കൊരു പൊളിച്ച് നടക്കാമല്ലോ, സിനിമ കാണുക അങ്ങനെയൊക്കെയുള്ള എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ. അപ്പോൾ രാജീവ് ട്രിവാൻഡ്രത്താണ് വരുന്നത്. അപ്പോൾ ഞാൻ രാജീവിൻ്റെ കസിൻ ഹരി എന്ന് പറയും, ഞങ്ങളാണ് ഒരുമിച്ച് മിക്കവാറും ഒക്കെ ആ ഒരു പരിചയം ഉണ്ടായിരുന്നു.
പിന്നീട് രാജീവ് സിനിമാറ്റോഗ്രാഫർ ആയതും ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല വലുതായപ്പോൾ. രാജീവ് ഒരിക്കൽ ഒരു സിനിമ ചെയ്യണം, ട്രിവാൻഡ്രത്തിൻ്റെ ആ ഒരു ബേസ് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ലാംഗ്വേജും അതെല്ലാം ട്രിവാൻഡ്രമാണ്. അപ്പോൾ ഞാനൊരു കഥ എഴുതി. അപ്പോൾ ഞാൻ രാജീവ് സിനിമ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നതാണ്, സാബു ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് ഈ സിനിമയെ പറ്റിയൊക്കെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ സിനിമ കൺട്രോളർ ആദ്യം വേണം, അതിന് വേണ്ടിയുള്ള നമ്മൾ കാര്യങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ. നമ്മൾ കൺട്രോളറില്ല, സഹായിക്കാൻ ആളില്ല. ഒന്ന് ക്യാമറ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് ഒന്ന് രാജീവും ഒന്ന് മധു നീലകണ്ഠൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്. പുള്ളിയും നാഷണൽ അവാർഡ് വാങ്ങിയിട്ടുള്ള ആളാണ്. അപ്പോൾ അന്ന് നമുക്കത് അറിഞ്ഞൂടാ, പുള്ളിയാണ് ഈ ക്യാമറയൊക്കെ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇത് രാജീവ് എന്നോട് ഇത് പറഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ വേറെ സുഹൃത്ത് പറഞ്ഞത്, അത് എൻ്റെ കൂടെ നിൽക്കുന്നത് രാജീവ് രവിയല്ലേ, പിന്നെ സിനിമാറ്റോഗ്രാഫർ. ഞാൻ പറഞ്ഞ് സിനിമാറ്റോഗ്രാഫർ അല്ല, ആദ്യത്തെ പടമാണ് ചെയ്യണം. ഇല്ലടാ, അത് ചന്ദിനി ബാർ ചെയ്ത രാജീവ് രവി എന്ന് പറഞ്ഞ ആളാണ് എനിക്ക് നല്ലോണം അറിയുന്നത്. രാജീവിനോട് ചോദിച്ചു, രാജീവ് ഇങ്ങനെ ക്യാമറയൊക്കെ ചെയ്യും, പിന്നെ പടം അങ്ങനെ. അപ്പോൾ ആ രാജീവിൻ്റെ ആ പടത്തിൽ ഞാൻ ചെയ്തില്ല. അതിലൊരു ആർട്ടിസ്റ്റ് കുറവായിരുന്നപ്പോൾ ഒരു സീനിൽ കയറി അഭിനയിച്ചെന്നുള്ളൂ. ആർട്ടിസ്റ്റ് വിളിച്ച സമയത്ത് വരാത്തതുകൊണ്ട് ഒരു എസ്സൈഡ് ഒരു സീന് വെറുതെ കയറി ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ തുറമുഖം കൊടുത്തപ്പോൾ അതിൽ നല്ലൊരു വേഷം ചെയ്തു. അങ്ങനെ സിനിമയിൽ ആ തുറമുഖം ചെയ്ത സമയത്ത് ഞാൻ ജോജു ചേട്ടൻ, മണികണ്ഠൻ, പിന്നെ അങ്ങനെ സുദേവ്, ഞങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു കോമ്പിനേഷൻ സീനുകളെല്ലാം. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം അവിടെ നിന്നുണ്ടായി. ഈ ചെയ്യാൻ ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രം ഏതായിരിക്കും സൗചേട്ടാ? ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരു മറ്റേ അങ്ങനെ ഒരു കഥാപാത്രമില്ല. അതിപ്പോൾ നമ്മൾ ചെയ്യും. അപ്പം ഈ ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്ത് ഇനി ചെയ്യാൻ ഏതുണ്ട്, എനിക്ക് ഇന്നത് ഉണ്ടെന്ന് പറയാനുള്ള അങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊന്നും ഞാൻ അഭിനയിച്ചില്ല. ആകെ കുറച്ച് പടത്തിലേ അഭിനയിച്ചുള്ളൂ. അതിൽ എനിക്ക് പാടായിരിക്കുമെന്ന് വിചാരിച്ചത് കോമഡി ചെയ്യാനാണ്. പക്ഷെ അത് ഈ പരിവാർ എന്നുള്ള പടത്തിൽ കുഴപ്പമില്ല ചെയ്തു, എല്ലാവരും അതിനുവേണ്ടി നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ആ ഒരു അപ്രിസിയേഷൻ കിട്ടുകയും ചെയ്തു. കോമഡി അങ്ങനെ ചെയ്തു. അപ്പം ഞാൻ അലിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു സിറ്റ്കോം ചെയ്യുന്നുണ്ട്. അത് ഇപ്പം കൗമുദി ചാനലിലാണ്. അതിൽ ഒരു 2 വർഷമായിട്ട് ഞാൻ അഭിനയിക്കുന്നുണ്ട്. ഈ കോമഡി ചെയ്യാനാണോ വില്ലൻ ചെയ്യാനാണോ കരയിപ്പിക്കാനാണോ എളുപ്പം? കോമഡി ചെയ്യാനാണ് പാട്. മറ്റത് കരയാനൊക്കെ വളരെ ഈസി. അതൊക്കെ നമ്മളുടെ ഒരു സിറ്റുവേഷനിൽ സിനിമയിലുള്ള കഥ നമ്മളെപ്പോഴും ആലോചിക്കാറില്ല. നമുക്ക് അതിൽ ആ സങ്കടം വരണമെങ്കിൽ നമ്മളെ ജീവിതത്തിൽ കരയാനുള്ള ഒത്തിരി സാധനങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഒരുപക്ഷെ സൗചേട്ടൻ്റെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു കാര്യം, ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത ഒരുപാട് അനുഭവങ്ങൾ സൗചേട്ടനുണ്ട്. എപ്പോഴെങ്കിലും ഇതൊരു സിനിമയാക്കിയാലോ എന്ന് തോന്നിയിട്ടുണ്ടോ? സിനിമയായിട്ട് മാറുമോ? ആക്കണമെന്ന് എനിക്ക് ആദ്യം തോന്നിയിട്ടില്ല. പക്ഷെ എന്നെ അന്വേഷിച്ച് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് അവർക്ക് എന്തെങ്കിലും ത്രെഡ് ആവശ്യമുള്ളതായിട്ട് കുറേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും സിനിമയായിട്ട് വന്നിട്ടില്ല. പക്ഷെ നാളെ ചിലപ്പം എന്നിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഒരു സിനിമ അങ്ങനെ ഉണ്ടാവാം. സിനിമ ഉണ്ടാവട്ടെ, ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇതിപ്പോൾ ഇറങ്ങിയ സിനിമകളെ വെച്ച് നോക്കുമ്പം സാബുചേട്ടൻ്റെ ജീവിതമായിട്ട് കണക്ട് ചെയ്തൊരു പടം ഏതായിരിക്കും തോന്നിയിട്ടുള്ളത്? കിരീടം. അതിലെ കഥാപാത്രം നമ്മുടെ ജീവിതമായിട്ട് സാമ്യമുണ്ട്. ഇത്രമേൽ ജീവിതാനുഭവങ്ങൾ ഉള്ളപ്പോഴും ജീവിതത്തിൽ പഠിച്ച ഏറ്റവും വലിയൊരു പാഠം എന്തായിരിക്കും സാബുചേട്ടാ? ജീവിതത്തിൽ നമ്മൾ ശരിക്കും പഠിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ സമയത്ത് നമ്മളുടെ വളർന്നു വരുന്ന സമയത്ത് ഓരോ പ്രായത്തിലും നമുക്ക് ഓരോ ചിന്തയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നതല്ല, എനിക്ക് 10 വർഷം മുമ്പേ തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല. പഠിക്കണമെങ്കിൽ നമ്മൾ ആ 21 വയസ്സിലോ അല്ലെങ്കിൽ 25 വയസ്സിലോ നമ്മൾ ചെയ്തത് ആ സമയത്ത് പഠിക്കണമായിരുന്നു. നമ്മൾ ഈ ചെയ്യുന്നതല്ല ശരിക്ക് ചെയ്യേണ്ടത്. ആ സമയത്ത് നമ്മൾ അതിന് വേണ്ടി ഒരു പ്രത്യേക ടൈം കണ്ടെത്തി ഒന്ന് വഴിതിരിച്ച് വിടണം എന്നൊക്കെ അന്ന് നമ്മൾ പഠിച്ചെങ്കിൽ അത് പഠിത്തമായിരിക്കും. ഒരു പക്ഷെ അന്ന് പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നെങ്കിലോ എന്നാലും മനസ്സിലാവാൻ സാധ്യതയില്ല. പറഞ്ഞു തരാനൊക്കെ ആളുണ്ടായിരുന്നല്ലോ, ധാരാളം ആളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ചിലർ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുമായിരിക്കാം. മനസ്സിലാക്കണം, എന്നാലാണ് അത് പഠിച്ചെന്ന് പറയാൻ പറ്റും. നമ്മളെല്ലാം കഴിഞ്ഞ് ഒരു പ്രായം കഴിഞ്ഞിട്ട് ഞാൻ ജീവിതം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് അതൊരു പഠിത്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ വാക്കുകൾ കേട്ടോ. ഈ മറ്റുള്ളവൻ്റെ ഉള്ളറിഞ്ഞ എല്ലാവരും പാവങ്ങളാണെന്ന് പറയുന്ന വാക്കിൽ വിശ്വസിക്കുന്നുണ്ടോ? എല്ലാവരും പാവങ്ങളല്ല. അല്ല. ശത്രുക്കളുടെ എണ്ണം കൂടുതലാണോ കുറവാണോ? ശത്രുക്കളുടെ എണ്ണം കുറവാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, ഒബ്സർവേഷൻ എന്ന് പറഞ്ഞ സാബുചേട്ടനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരു ഈച്ച ഇവിടെ അനങ്ങി അറിയും. ശരിയാണോ? അറിയണ്ടേ, ഇല്ല പിന്നെന്താ? ഈ ഒരു ഒബ്സർവേഷൻ എങ്ങനെ കിട്ടി? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, അത് ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണത്. അത് ചിലപ്പം
താങ്കൾക്കും അത് ചിലപ്പോൾ അങ്ങനെ വരുമായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഒരു ദ്വീപിൽ പെട്ടുപോയി. നമുക്ക് പാചകം ചെയ്ത് തരാൻ ആരുമില്ല, നമുക്ക് കൂട്ടിനാരുമില്ല, നമ്മൾ ഒറ്റപ്പെട്ടു പോയി. അപ്പം നമുക്ക് എന്തായാലും ബേസിക് ആയിട്ടുള്ള നീഡ്സ്, പിന്നെ ഭക്ഷണം കഴിക്കണമെന്നുള്ളത് വരുമല്ലോ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമുക്ക് പാചകം അറിഞ്ഞുകൊണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ രുചി ആക്കി ഒരു ഭക്ഷണം തേടി പിടിച്ച് നമ്മൾ കഴിക്കും. എങ്ങനെയെങ്കിലും കഴിക്കണമല്ലോ, കഴിക്കും. അപ്പം നമ്മൾ പിന്നീട് നമ്മളുടെ ജീവിതം നിലനിർത്താൻ വേണ്ടിയുള്ള വ്യഗ്രതയാണ് അപ്പോഴും പിന്നെ നമ്മൾ ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയി നമ്മൾ പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാശുണ്ടാക്കി കാർ വാങ്ങണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം. ഇതൊന്നും ആരും ചിന്തിക്കില്ല. അവിടെ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പ്. അതെ. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും അങ്ങനെ പാകപ്പെടും. അത് തന്നെയാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഈ സാബുചേട്ടൻ്റെ മുമ്പിലത്തുള്ള അഭിമുഖങ്ങളിൽ കമൻറ്റിൽ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമുണ്ട്. ഒരുപാട് കൊച്ചുകുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ഞങ്ങൾക്ക് സാബുചേട്ടനെ പോലെ ആവണം. ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നത് പത്രമാധ്യമങ്ങളിൽ സാബുചേട്ടനെ പറ്റി പറയുന്നു, ആൾക്കാർ ത്രസിപ്പിക്കുന്ന കഥകളുമായിട്ട് വരുന്നു. ശരിക്കും അത് സാബുചേട്ടനെ കണ്ടൊരു ഇൻസ്പിറേഷൻ അവർക്ക് തോന്നുമ്പോൾ ഇന്ന് ആ കാണുന്ന കുട്ടികളോട് എന്തുവാ പറയാനുള്ളത് സാബുചേട്ടന്? മാധ്യമങ്ങളിൽ ശരിക്കും പത്രമാധ്യമങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റല്ല. കുറേയൊക്കെ പെരുപ്പിച്ച് പത്രങ്ങളിലും ഇതിലൊക്കെ വന്നിട്ട് നമ്മളെ കുറച്ചുകൂടി പെരുപ്പിച്ച് കാണിച്ചുള്ള ഇതാണ് വരുന്നത്. പിന്നെ അത് നമ്മളുടെ ജീവിതത്തിൽ നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഇൻസ്പിറേഷൻ ആവാം. അല്ലാതെ ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അയാൾക്കേ അതുകൊണ്ട് ഗുണമില്ല. ഇനി നാളെ നമുക്ക് പിന്നെ എന്ത് ഗുണമാണ് വരാൻ? അത് കണ്ട് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. അയാളുടെ ഗുണം നല്ലതുണ്ടെങ്കിൽ പഠിക്കണമെന്നില്ല. നമ്മുടെ വീട്ടിൽ നമ്മളുടെ അച്ഛനും അമ്മയും പറയുന്ന കേൾക്കുക, നമ്മുടെ അധ്യാപകർ പറയുന്ന കേൾക്കുക, അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ നല്ല കുറേ ഒന്നും അല്ലെങ്കിൽ തന്നെ ഇപ്പം ഞാൻ ഒരു ഫംഗ്ഷന് പോയിട്ട് വന്നത്, അവിടെ ഒരു അധ്യാപകൻ പറഞ്ഞ കുറച്ച് കാര്യമുണ്ട്, പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ അയ്യോ ഇത് ഞാൻ ഇന്നലെ പഠിച്ചാണല്ലോ, ഓർമ്മ വരുന്നില്ല, മറന്നുപോയി. അപ്പോൾ അതിന് പുള്ളി പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 40 മിനിറ്റ് പഠിക്കാവും. 40 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് മറ്റുള്ള ആക്ടിവിറ്റീസിൽ സ്പോർട്സോ ഏതെങ്കിലും അതിലോട്ട് നമ്മൾ ഒരു 10 മിനിറ്റെങ്കിലും അതിലോട്ടാവുക. വീണ്ടും വേണമെങ്കിൽ പഠിക്കാം. കണ്ടിന്യൂ ആയിട്ട് നമ്മൾ 40 മിനിറ്റ് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ 40 മിനിറ്റ് നമ്മൾ മനസ്സിൽ കയറിയതല്ല, ബാക്കിയൊന്നും കയറില്ല. അത് കയറിയാലും നമുക്ക് പിന്നെ മറന്നു പോകും എന്നാണ് പറയുന്നത്. ഈ വക കാര്യങ്ങൾ എല്ലാവർക്കും അറിയാൻ പാടില്ല. ഒരാൾ പറഞ്ഞു കൊടുത്താലല്ലേ അത് നമുക്കറിയൂ. അറിയുമ്പം പിന്നെ അത് എല്ലാം ശ്രദ്ധിക്കണമെന്നില്ല അവിടെ ഇരിക്കുന്നവർ. അപ്പോൾ അത് വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് പിള്ളേർക്ക് പറഞ്ഞു കൊടുത്ത് ഇത് ഈ സാറ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ ഒരെണ്ണമാണ് പറഞ്ഞത്, ഇതൊക്കെ ഒന്ന് അവരെ ആക്കിയെടുക്കാൻ നോക്കുക. അപ്പോഴവർ അതിനനുസരിച്ച് പോകും. അതെ, മനസ്സിലായില്ല. അപ്പോൾ പ്രസംഗം കേട്ടോണ്ട് കാര്യമില്ല, അത് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. വീട്ടിൽ ഒരു ദിവസം കൊണ്ട് നടക്കില്ല, കുറച്ച് നടക്കുമല്ലോ. അപ്പോൾ അതുപോലെ അവർ ചെയ്യേണ്ട ഇതാണ്. വീട്ടുകാർ പറഞ്ഞു കൊടുക്കാൻ നല്ല കാര്യങ്ങൾ, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മളുടെ ഭാവി ജീവിതം, അതായത് കൂടുതൽ കാശുണ്ടാക്കുന്ന അത് വീട്ടുകാർ പറയും കേട്ടോ. ചിലർ അതിന് മറ്റേ ഇന്ന BSc നഴ്സിംഗ് കിട്ടും, അല്ലെങ്കിൽ നീ MBBS അല്ലെങ്കിൽ അതിനാണ് നല്ല ശമ്പളം കിട്ടും. ഈ പറഞ്ഞ കാര്യം ഇപ്പം പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നത്, ഇപ്പോഴത്തെ മാതാപിതാക്കൾ ഒരു പക്ഷേ നീ ഡോക്ടർ തന്നെ ആവണം, നീ MBAക്ക് പോകണം, ഒരു പക്ഷേ മക്കളുടെ ആഗ്രഹത്തിന് പുറമേ പോവാത്തത് എന്തായിരിക്കും? അല്ലെങ്കിൽ അതിനെന്ത് അല്ല, അതിലൊറ്റ കാര്യമുള്ളൂ. ഒന്ന് ഇവർ സമൂഹത്തിൽ അവരുടെ ഒരു ഡിഗ്നിറ്റി, എൻ്റെ ഡോക്ടറാണെന്ന് പറയുന്ന ഒരു കാര്യം. അപ്പുറത്തെ മോൻ്റെ സുമേഷിന് മാർക്ക് കുറവാ, അല്ല കൂടുതൽ കുറവാ. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന സാലറി, ഓരോ ജോലിക്ക് ഇത്ര രൂപ ശമ്പളം കിട്ടും എന്ന് വരെ പിള്ളേർക്ക് പറയാനുണ്ട്. അതിൽ ഇത്ര കിട്ടും, ക്ലർക്കായിട്ട് പോയി നിനക്ക് എത്ര കിട്ടാനാണ്, നീ ഇന്നതിന് പോ എന്ന് പറയും. കേട്ടില്ല അങ്ങനെ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന സമയത്ത് അത് പണത്തിനോടുള്ള ആർത്തി കൂട്ടുകയാണ് ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ആ കുഞ്ഞിൻ്റെ മനസ്സിൽ പണത്തിനോടുള്ള ആർത്തി കൂടും. പണത്തിന് വേണ്ടി എന്ത് ചെയ്തേക്കാം ഒരു പക്ഷേ. അപ്പം അതിൻ്റെ കൂടെ പഠിക്കാൻ പറഞ്ഞതിൻ്റെ കൂടെ നീ അപ്പുറത്തുള്ള എന്നെ കണ്ടുപിടിക്കാനല്ല, അവനെ ഒന്ന് സ്നേഹിക്കുക, നീ അമ്മയെ സ്നേഹിക്കുക. അല്ല അച്ഛൻ വരുമ്പോൾ നീ അച്ഛനോട് സ്നേഹത്തോടെ എന്തെങ്കിലും പറ, അല്ല നീ ഞങ്ങളായിട്ടൊക്കെ ഒന്ന് സഹകരിക്കുക. മനുഷ്യനെ മനസ്സിലാക്കാൻ കൂടി വീട്ടുകാർ പറഞ്ഞു കൊടുക്കാം. അല്ലാതെ ശമ്പളം കൂടുതൽ കിട്ടണത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന നാളെ അവൻ കുറച്ച് വലുതാകുമ്പോൾ അവൻ ഇത് തന്നെ ആയിരിക്കും അവൻ്റെ മനസ്സിൽ. കാശ് കൂടുതലുണ്ടാക്കാൻ എന്താണ് പരിപാടി? പഠിത്തം ശരിയായില്ലെങ്കിൽ പിന്നെ അടുത്ത പരിപാടി നോക്കും. അപ്പോൾ അത് വീട്ടുകാരാണ് പറഞ്ഞു കൊടുക്കാനും പഠിക്കാനും. പിന്നെ ഇവർ അത് കണ്ട് അവരും അത്, അല്ലാതെ പത്രത്തിലൊക്കെ എത്രയോ ശാസ്ത്രജ്ഞന്മാർ, എത്രയോ നല്ല സ്പോർട്സുകാർ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അത് കണ്ട് ഇൻസ്പിറേഷൻ ആവണമെങ്കിൽ കുഴപ്പമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് എന്താണ് കാര്യം? എനിക്ക് സാബുചേട്ടനെ പോലെ ആകണം എന്നാണ് കുട്ടികൾ പറയുന്നത്.
നല്ല കാര്യമുണ്ട്. ഞാൻ അത്ര ഞാൻ അത്രയ്ക്ക് കുഴപ്പമുള്ള ആളൊന്നുമല്ല. എന്നെ പോലെ ആവണേലും നല്ലത് തന്നെയാണ്. സാബുചേട്ടാ, ഈ ഒരു കസാരയിലിരുന്ന് ഈ ഒരു 4 ചുവരിൻ്റെ അകത്തിരുന്നിട്ട് ഒരു കോള് ചെയ്താൽ ജില്ലകളിൽ എവിടെ എന്താവശ്യമുണ്ടെങ്കിലും ആളുകളുണ്ട്. അതെങ്ങനെയാണ് സാധിക്കുന്നത് ആ ഒരു കാര്യം? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജില്ലകളിൽ എവിടെ എന്തുകൊണ്ടാണ് സാധിക്കും എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ എൻ്റെ കുടുംബത്തിലൊരു പ്രശ്നം വന്നു, എനിക്ക് പേഴ്സണലി പ്രശ്നം വന്നു, കൊല്ലുവോ വിട്ടുവോ അതല്ല ഉദ്ദേശിച്ചേ. അതിനാൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം തിരുവനന്തപുരത്താണ് നമ്മളെ RCC ഹോസ്പിറ്റൽ ഉള്ളത്. ഗവൺമെൻറ് RCC ഹോസ്പിറ്റൽ ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്നത് തിരുവനന്തപുരത്തുള്ളതാണ്. എന്നെ കാസർഗോഡുള്ളവർ വിളിക്കാറുണ്ട്, ചേട്ടാ നാളെ അവിടെ RCC ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്, അവിടെ ഒന്ന് നമുക്ക് താമസിക്കാൻ 2 ദിവസത്തേക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്കും വേറെ ഫോൺ വരും. അപ്പോഴ് പറയും, ചേട്ടാ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, അത് എൻ്റെ ഒരു സുഹൃത്തായിരിക്കും എന്നെ വിളിക്കുന്നത്. അത് ട്രിവാൻഡ്രത്ത് ഇങ്ങനെ വരുന്നുണ്ട്, ഒന്ന് സഹായിക്കാമോ? അതിനെന്ത് കുഴപ്പമില്ല, നീ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് അയാളെ വിളിക്കുന്നു. ആ വിളിയാണ് എനിക്ക് ആദ്യം വരുന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് വിളിച്ചിട്ട് പറയും, എന്നെ ആളെ വിളിച്ചു. ഇപ്പോൾ അല്ലെങ്കിൽ ആദിത്യൻ വിളിച്ചു, അല്ലെങ്കിൽ അജിൻ വിളിച്ച നാളെ പറയാണ് എൻ്റെ ഒരു സുഹൃത്തിന് ഇങ്ങനെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഞാൻ ആ സഹായം ചെയ്യുമ്പോൾ എനിക്കൊരു സുഹൃത്തും ഒരു ഫാമിലിയും എൻ്റെ ബന്ധമായി. അതെ, മനസ്സില്ല. അപ്പോൾ അവർ താമസിക്കുന്നത് കാസർഗോഡായിരിക്കും, നിങ്ങൾ വിളിച്ച് പറയുന്നത് എറണാകുളത്ത് നിന്നാണ്. അവർ കാസർഗോഡ് ഒരു ബന്ധമായില്ലേ. നാളെ എനിക്ക് കാസർഗോഡ് ഒരു ബന്ധമുണ്ടെങ്കിൽ ഞാൻ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിനൊരു ആവശ്യമുണ്ട്, ഞാൻ ഇവരെ വിളിക്കും. അന്ന് ഈ ഹോസ്പിറ്റലിൽ വന്ന ആ ആൾക്കാരെ ആരെങ്കിലും വിളിച്ചു പറയും, എൻ്റെ ഒരു സുഹൃത്തിന് കാസർഗോഡ് ഒരു ആവശ്യമുണ്ട്. അതിനെന്ത് ചേട്ടാ പറഞ്ഞുവിടാനല്ലേ പറയൂ. പക്ഷെ ഇതൊക്കെ നല്ല കാര്യമല്ല ചെയ്യുന്നത്. അപ്പോഴും സ്ഥാപിച്ചിട്ട പത്രമാധ്യമങ്ങളിൽ നല്ല കാര്യം എന്തുകൊണ്ട് വരുന്നില്ല? ഗുണ്ടുകാട് സാബു ഒരു വ്യക്തിയെ ചികിത്സയിൽ സഹായിച്ചു, ഇത് വരുമോ? ഇല്ല. അത് തോന്നിയിട്ടില്ല. മാത്രമല്ല, തിരുവനന്തപുരത്ത് തന്നെ പ്രധാനപ്പെട്ട ഓഫീസുകളെല്ലാം ഉള്ള. ഇപ്പം നഴ്സിംഗ് കൗൺസിൽ ഉള്ളത് ട്രിവാൻഡ്രത്താണ്. ഇത് നമ്മളെ കേരളത്തിലുള്ള എല്ലാ നഴ്സുമാരും വിദേശത്ത് ജോലിക്ക് പോകുന്നെങ്കിൽ ഒത്തിരി പേപ്പർ വർക്കുണ്ട്. ഇതിനു വേണ്ടി മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു 10-60 പേർക്കെങ്കിലും പല പ്രാവശ്യമായിട്ട് നഴ്സിംഗ് കൗൺസിലിൽ ഞാൻ പോയിട്ടുണ്ട്. ഇതിൽ അറിയാവുന്നവരുണ്ട്, അറിഞ്ഞുകൂടാത്തവരുണ്ട്. അറിഞ്ഞുകൂടാത്തവർ വരുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്. ഏതെങ്കിലും സുഹൃത്ത് പറയും, ട്രിവാൻഡ്രത്തെല്ലാം സാഹചര്യനെ വിളിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ നമുക്ക് അടുത്താണ്, ഈ പറഞ്ഞ ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഓഫീസ്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന സഹായം ചെയ്യാൻ പറ്റും. അവിടെ ആരെങ്കിലും നമുക്ക് പരിചയമുള്ളവരുണ്ടെങ്കിൽ അതിനെ ഒന്ന് സ്പീഡപ്പ് ആക്കാൻ പറ്റും. ഇത് സുഹൃത്തുക്കൾ വഴി വരുന്ന ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങൾ കൊണ്ട് നമുക്ക് നാളെ എവിടെയെങ്കിലും വിളിച്ച് ഒരാവശ്യം വന്നാൽ അവർ നമുക്ക് കുറച്ചുകൂടി സ്പീഡപ്പായിട്ട് ചെയ്തു തരും. ഈ ബന്ധങ്ങൾ എപ്പോഴെങ്കിലും ഒരു ശത്രുതയായി മാറുകയോ അല്ലെ കൂടെ നിന്ന് ചതിച്ചവരുടെ എണ്ണം വർദ്ധിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. വർധനയൊന്നുമില്ല അതിൽ, അങ്ങനെ ഉണ്ടാവും, സ്വാഭാവികമല്ല. അതിന് വിഷമമൊന്നുമില്ലേ? പിന്നെ ഇല്ല, അതുണ്ടാവാതിരിക്കും. മനുഷ്യനല്ലേ ഞാനും. നമുക്ക് നല്ലത് വന്നാൽ നമുക്ക് സന്തോഷം തോന്നും, അല്ലാത്ത വരുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. അത് എപ്പോഴും നമുക്കൊരു വിഷമം വന്നു, അത് നമ്മൾ മനസ്സിലിട്ടുണ്ടായിരുന്നത് നമ്മുടെ ശരീരത്തിന് ഇല്ലാതാക്കേണ്ട കാര്യമില്ല. കുറച്ച് നേരം വിഷമം കാണാം, അത് പിന്നെ കളയും. സന്തോഷമായാലും അത് തന്നെ, നമുക്കൊരു സന്തോഷം ഉള്ളൊരു സംഭവം ഉണ്ടായി, നമ്മൾ അതുകൊണ്ട് ഒരു മാസം സന്തോഷിച്ചോ ഇല്ല, ആ ഒരു നിമിഷം അല്ലെങ്കിൽ പിന്നീട് അവരെ കാണുന്ന സമയം ഉണ്ടാകുന്ന സന്തോഷം. ജീവിതമായ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ വരണമല്ലേ? അങ്ങനെ വരണമല്ല, അങ്ങനെ ജീവിക്കാൻ പറ്റും. അല്ലാതെ ഒരു മനുഷ്യനും നല്ല സുഖമായിട്ട് ജീവിച്ച് മരിച്ച ആരുമില്ല. അങ്ങനെ ജീവിക്കാൻ പറ്റൂല. ഈ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും സാബു ചേട്ടൻ ഒരു സഹായത്തിന് വേണ്ടി ഒരാളെ വിളിച്ച് നിരസിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? അല്ല, പറ്റത്തില്ല എന്ന് മനഃപൂർവ്വം ആരും പറയാറില്ല. ചിലപ്പോൾ അവർക്ക് കഴിവില്ലായിരിക്കും, അവരെ കൊണ്ട് കഴിവില്ലായിരിക്കും. അപ്പം പറയുന്നത് ചേട്ടാ ഇങ്ങനെയാണ്, പക്ഷെ അവർ ലിങ്ക് തരും. ചേട്ടാ ഒരു കാര്യം ചെയ്ത് ഇന്ന ആളെ കണ്ടു നോക്കുക, അവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും, ഒന്ന് ചെയ്തു നോക്കും. അപ്പം അങ്ങനെയുള്ള ലിങ്കുകൾ കിട്ടും നമുക്ക്. അതെവിടെ പോയാലും കിട്ടും. ആ ലിങ്ക് കിട്ടും, അതനുസരിച്ച് നമ്മൾ ആ കാര്യത്തിനുള്ള ആളെ കണ്ടുപിടിക്കും. ജീവിതത്തിൽ പൈസയ്ക്കുള്ളൊരു വാല്യൂ തിരിച്ചറിഞ്ഞപ്പോഴായിരിക്കും? ജീവിതം മൊത്തം അതിൻ്റെ വാല്യൂ അറിയാമെന്നുള്ള ആളല്ലേ നമ്മൾ. പൈസയുടെ വാല്യൂ ഒരു നിമിഷം അറിയണമെന്ന് പറയണത്, ഒത്തിരി കാശുണ്ടായിരുന്നവൻ അതിനെ അടിച്ച് പൊളിച്ച് നടന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ഒന്നുമില്ലാതെ നടക്കുമ്പം അങ്ങനെയാണ് നമ്മൾ വാല്യൂ അറിയണമെന്ന് പറയണം. നമ്മളങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ കാശ് ഉണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കും, ഇല്ലാതിരിക്കുമ്പം അതിൻ്റെ വാല്യൂ മനസ്സിലാക്കണമില്ല. നമ്മൾ ഉപയോഗിക്കുന്നത് അടിച്ച് പൊളിച്ച് നശിപ്പിച്ച് കളഞ്ഞ കാശല്ല, നമ്മൾ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അതില്ലാതിരിക്കുമ്പം കുറച്ച് നാൾ നമുക്കൊരു മൂഡ് ഔട്ടായിരിക്കും, അത്രയേ ഉള്ളൂ. അത് കാശല്ലേ, അപ്പോൾ അതങ്ങനെ വരും പോകും, അങ്ങനെ ഇരിക്കും. പുതിയ സിനിമ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ സിനിമ ഇപ്പം റിലീസായപ്പോൾ ആസാദിയിൽ ലാൽ സാറ്
ശ്രീനാഥ് ബാസി, പിന്നെ മണീഷ്, അത് ഇവരുമായിട്ട് ഒരു നല്ലൊരു വേഷമാണ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഇറങ്ങിയത് പരിവാർ. പരിവാർ ജഗദീഷ് ചേട്ടൻ, ഇന്ദ്രൻ ചേട്ടൻ ഒക്കെ ആയിട്ടുള്ള ഒരു, അത് ത്രൂ ഔട്ട് ക്യാരക്ടറായിരുന്നു. എന്തെങ്കിലും സർപ്രൈസുകളുണ്ടോ ഇനി ഇറങ്ങാനിരിക്കുന്ന പടങ്ങൾ? സർപ്രൈസ് പറയാനുള്ള അങ്ങനത്തെ പടമൊന്നുമില്ല. പടങ്ങൾ ഒരു 6 ഇറങ്ങാറുണ്ട്. സാബു ചേട്ടാ, അപ്പം മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനിയും ഒരുപാട് ചലച്ചിത്രങ്ങൾ വരട്ടെ, ഈ സഹായ മനസ്സ് വിടാതെ മുന്നോട്ട് തന്നെ പോകട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.